നമുക്ക് ഇൻവെന്ററി ഐറ്റം ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാം. ഇൻവെന്ററി മാസ്റ്റേഴ്സ്, ഇൻവെന്ററി ഐറ്റംസ്, ഇവിടെ ഓപ്ഷൻ ഉണ്ട് ആഡ് ന്യൂ. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ റൈസ്, ഓക്കെ, ഓക്കെ, ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വെച്ചാൽ റൈസ്. അപ്പോൾ നമ്മളിതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നവർ നമ്മൾ സ്റ്റോക്കിലേക്ക് ആഡ് ആവും. പിന്നെ ഇതിൻ്റെ ബേസിക് യൂണിറ്റ് നമ്പേഴ്സ് ആണ്. ബാഗ്സ് ആണെങ്കിൽ നമ്പേഴ്സ് ആയിരിക്കും, നമ്മൾ ബാഗ്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ അടുത്തത് യൂണിറ്റ് കിലോഗ്രാം, kg. അപ്പോൾ ഇത് ബാഗ് എത്ര കിലോ ആണെന്ന് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ഇത് 2 യൂണിറ്റിൽ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കി, അപ്പോൾ നമുക്ക് ഒന്നുകിൽ അത് നമ്പേഴ്സ് ആയിട്ടോ ബാഗ്സ് ആയിട്ടോ അല്ലെങ്കിൽ കിലോ ആയിട്ടോ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നേരം ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യുന്നതിന് അവൈലബിൾ സ്റ്റോക്ക് ഇവിടെ കാണിക്കും. നമ്മൾ ഇതപ്പം ഉണ്ടാക്കി, അതായത് സ്റ്റോക്ക് ഇല്ല, അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ പർച്ചേസ് ചെയ്യണം. നമ്മളൊരു 100 ബാഗ്സ് ഇത് വാങ്ങിക്കണം. സോറി, ഇവിടെ 100. അപ്പോൾ 100 ക്വാണ്ടിറ്റി നമ്മൾ സ്റ്റോക്കിലേക്ക് വരും. നമ്മൾ സെല് ചെയ്യുന്നേരം ഈ ഇത് നമ്മൾ സ്റ്റോക്ക് അവിടെ കാണിക്കും. സെയിൽ, ഇവിടെ 100 ഇത് കാണിക്കുന്നുണ്ട് ബാഗ്സ്. ഇപ്പോൾ കിലോഗ്രാമിൽ സെല് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഇത് കണ്ടോ, ഡയറക്റ്റ് ആയിട്ട് പീസസിൽ സെല് ചെയ്യുക. ഇത് കിലോഗ്രാമാണ്, കിലോഗ്രാമിൽ സെല് ചെയ്യുക, അല്ലെങ്കിൽ അതേപോലെ ബാഗ്സ് ആയിട്ടാണ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ബാഗ്സിന്റെ എണ്ണം കൊടുത്താൽ അത് കുറയും. ഇപ്പോൾ ക്വാണ്ടിറ്റി ഇപ്പോൾ ഒരു 5 കൊടുത്തു. ഇപ്പോൾ നമ്മൾ ഇൻവെന്ററിയിൽ നിന്ന് അത് കുറയും. ഇപ്പോൾ നമ്മളിത് സെല് ചെയ്തു, 5 ബാഗ്സ് സെല് ചെയ്തു. ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട്സിൽ നോക്കിയാൽ ഇതിൽ കാണിക്കും, സ്റ്റോക്ക് സമ്മറി നോക്കിയാൽ ആ പർട്ടിക്കുലർ ഐറ്റം ഇവിടെ കാണാം. ഇവിടെ ഉണ്ട്. ഇപ്പം 95 ഉള്ളൂ, കാരണം ഇത് ക്ലിക്ക് ചെയ്താൽ കാണാം. ഇത് നമ്മൾ 100 പീസസ് വാങ്ങിച്ചു, 5 പീസസ് സെല് ചെയ്തു. അപ്പോൾ ബാക്കി ഇവിടെ കാണിക്കും 95 പീസ്. അപ്പോൾ ഇത് ഇനി കിലോ ആയിട്ട് വെക്കണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് വൗച്ചർ, സെയിൽസ്. അപ്പോൾ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഐറ്റം ഇവിടെ കിലോ ആയിട്ട് കാണിക്കുന്നുണ്ട്. 95 കിലോ, സോറി ബാഗ്സ്, ഇത് കിലോ ആയിട്ട്. അപ്പോൾ നമുക്ക് ഇത് കിലോ ആയിട്ട് വെക്കണമെങ്കിൽ കിലോ സെലക്ട് ചെയ്യാം. ഇത് കിലോ ആയിട്ടാണ് മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് കണ്ടില്ലേ മെഷർമെന്റ്, അതിന്റെ കിലോ കണക്കിനാണ് അത് കുറഞ്ഞത് 5.57. കാരണം നമ്മൾ ഇവിടെ സെല് ചെയ്തത് ഈ ഇൻവോയ്സ് ക്വാണ്ടിറ്റി ഇത്ര വേണം. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ മെഷർമെന്റ്.
ക്വാണ്ടിറ്റി ഇത് ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ 35 കിലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ എത്ര സെല് ചെയ്താൽ അത് കിലോ, ഇവിടെ കിലോ ആയിട്ടാണല്ലോ പോയത്. അപ്പോൾ ഇവിടെ കിലോ ആയിട്ട് ഇത് പോയതുകൊണ്ട് 35 ആണല്ലോ കിലോ, 1 ബാഗ്. അപ്പോൾ അതിൻ്റെ ഫ്രാക്ഷൻ ഇവിടെ വരും. പക്ഷെ നമ്മൾ ഇൻവോയ്സിനകത്ത് കറക്റ്റായിട്ട് ഇതാ വരിക, നമ്മളെ എണ്ണം എത്ര കിലോ ഉള്ളത്. പക്ഷെ ഇതിനകത്ത് ബേസിക് യൂണിറ്റേ കാണിക്കാം. ഇവിടെ സ്റ്റോക്ക് ഇയർ എടുത്ത പെർട്ടിക്കുലർ ഇൻവെന്ററി നമുക്ക് എത്ര മൂവ് ചെയ്യുന്നത് കാണാം. ഈ പെർട്ടിക്കുലർ ഐറ്റം ഏത് ബൈയിങ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, ആവറേജ് കോസ്റ്റ്, ഇതെല്ലാം അങ്ങനെ കാണിക്കും. പിന്നെ അത് മൂവ് ചെയ്ത് സ്റ്റോക്ക് ഇൻ ഔട്ട് അതിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ അതിൻ്റെ പെർസെൻറ്റേജ്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണിക്കും.